ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ വന്നിരിക്കുന്ന കങ്കൺ സ്കേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഞാൻ വിഷുവിൻ്റെ ആ ഡ്രസ്സ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കേർട്ടിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ നമ്മൾ 2.5 മീറ്റർ കങ്കൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കട്ടിയുള്ള നെറ്റാട്ടോ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള 2.5 മീറ്ററാണ്. 2.5 മീറ്റർ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഇതിന് കൂടെ ക്രേപ്പിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 മീറ്ററൊക്കെ മതിയാവും. ഇതിപ്പോൾ സ്മോളും എക്സ്ട്രാ സ്മോളും ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കേർട്ട് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സ്മോളാണ്. ക്രേപ്പിൻ്റെ ക്ലോത്ത് ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 ക്ലോത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് കട്ട് ചെയ്തിട്ട് 2 എണ്ണം ആക്കി വെച്ചതാണ്. ഇനി ഇത് നമ്മൾ മേലെന്ന് മാർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ അവിടെ ഒരു ടണൽ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് താഴോട്ട് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് താഴോട്ട് ഒരു 12 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴോട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുവാണ്. അതുപോലെ താഴെ നമ്മൾ മാർക്ക് ചെയ്ത 12 ഇഞ്ചും കൂടെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി ഈ ക്ലോത്തിനെ ഒന്നുകൂടെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. ഇനി സെൻറ്ററിൽ നിന്നും വേസ്റ്റിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡൗൺ വിഡ്ത്തായിട്ട് 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് നമ്മുടെ മേലെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കൊന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാൻ ഇവിടെ എൻ്റെ 28 ആണ് ശരിക്കും ടോട്ടലായിട്ട് വേസ്റ്റ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു 12 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് വേസ്റ്റിൻ്റെ അവിടെ. താഴെ അതിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതേപോലെ ഒരു 12 ഒരു 15 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഈസി ആയിട്ട്. ഒരു മീഡിയം ഒക്കെ ആണെങ്കിൽ കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഒരു അളവ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. നമുക്ക് വാങ്ങിക്കുമ്പോൾ നെറ്റ് ഇങ്ങനെ വീതി മടക്കിയായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ 2.5 ഇഞ്ച് ഉണ്ടാവുക. ഇത് കറക്റ്റ് സെൻറ്ററൊന്നും മടക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് സെൻറ്ററൊന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാലും മതി. അപ്പോൾ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുവാണ്. കറക്റ്റ് സെൻറ്ററൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് 2 പോർഷനാക്കി എടുക്കുക തന്നെയാണ്. സ്മോളും എക്സ്ട്രാ സ്മോളും ഉള്ള ആളുകൾക്ക് 2.5 മീറ്റർ കൊണ്ട് തന്നെ കങ്കൺ സ്കേർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. മീഡിയം ലാർജൊക്കെ ആണെങ്കിൽ 4 മുതൽ 5 മീറ്റർ വരെ എടുക്കേണ്ടി വരും ഈ ഒരു കങ്കൺ മെറ്റീരിയൽ. അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് ഫ്ലെയറി ആയിട്ട് തന്നെ ലൈനിങ്ങും വെക്കേണ്ടി വരും. ലൈനിങ് നമ്മൾ ഉദ്ദേശിച്ചത് മേലോട്ട് വെക്കുന്ന ക്ലോത്തിനെയാണ് ലൈനിങ് ഉദ്ദേശിച്ചത്. അത് അത്യാവശ്യം നന്നായിട്ട് ഫ്ലെയർ ആയിട്ട് എടുക്കേണ്ടി വരും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു 2.5 മീറ്റർ വെച്ച് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫ്ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ കൂടുതലാകുമ്പോൾ എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നിയത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ 2.5 മീറ്റർ കൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിതേ 2 പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ നെറ്റും ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കട്ട് വെച്ച ക്ലോത്തുമായിട്ട്. അപ്പോൾ നെറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 ആക്കി മടക്കിയിട്ടുണ്ട്. ആ 2.5 മീറ്ററിനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് മടക്കിയിട്ട് 1.25 മീറ്ററാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇതൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം പ്ലീറ്റ്സ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. കറക്റ്റ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ക്ലോത്തിൻ്റെ അടിയത്തെ ലെങ്ത് തന്നെ ഡൗൺ വിഡ്ത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ ക്ലോത്ത് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്ലോത്ത് ഇങ്ങനെ വെക്കുക, എന്നിട്ട് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറുവശം കൂടെ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ മറുവശം ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു വശം മാത്രം, ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ഫ്രണ്ടിൻ്റെ ബാക്കിന് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്കേർട്ടിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി വയ്ക്കുവാണ്. നിവർത്തി വെച്ചു. ഇനി നമ്മൾ നേരത്തെ ഏറ്റവും മുകളിലായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി, ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതേ 1 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ടണൽ എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ടോട്ടലൊന്ന്
എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ടണൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ എൻ്റെ വേസ്റ്റിൽ ചുറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇലാസ്റ്റിക് ഈ ടണലിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഒന്ന് വെക്കുക, രണ്ടും ഒരുമിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇലാസ്റ്റിക് കുറച്ചധികം ഭാഗം പുറത്തോട്ട് നിൽക്കണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഉള്ളോട്ടാക്കി കൊടുത്തു. ഇനി സൈഡ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളെ കങ്കൺ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നെറ്റിൻ്റെ അടിവശം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നെറ്റ് ആയതുകൊണ്ട് ലോക്കായിട്ടാണ് വരുന്നത് താഴെ. അപ്പോൾ നമുക്ക് അടിവശം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സ്കേർട്ട് നമുക്ക് ഏത് ഡ്രസ്സിലേക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാം. ലെഹങ്ക, പിന്നെ ഉടുപ്പ്, പിന്നെ സ്കേർട്ട് ഏത് വേണമെങ്കിലും പെയർ ചെയ്യാം. കാരണം നമുക്ക് സെപ്പറേറ്റ് ആയി തയ്ച്ചുകൊണ്ട് ഏതിലേക്ക് വേണമെങ്കിലും മാറ്റി മറിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. സോ ഗായ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ.